സെഡ് ഗെയിമർ ടേഴ്സ് വെൽക്കം ബാക്ക്. ഫോണിൽ ഒരു റോബോട്ടോ നല്ലൊരു ആശയമാണല്ലേ. ഈ ഒരു ആശയം വെച്ച് പുറത്ത് ഇറക്കിയ ഒരു ഫോൺ നമുക്ക് പരിചയപ്പെട്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇത് രസകരമായ ആശയമാണല്ലേ ഈ ഫോൺ. ഫോണിൽ റോബോട്ട്, കുഞ്ഞൻ റോബോട്ട്, നല്ലൊരു ആശയം തന്നെയാണ് ഈ ഫോണിൽ നൽകിയിട്ടുള്ളത്. ഈ ഏത് ആംഗിളിലേക്കും ഏത് രീതിയിലും തിരിയാവുന്ന ഫോൺ. അതും നിങ്ങൾ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോവുകയാണ്, നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കയ്യിൽ ഫോൺ പിടിക്കേണ്ട ആവശ്യമില്ല. പോക്കറ്റിലിട്ടാൽ ക്യാമറ തന്നെ തന്നാൽ പല ആംഗിളിലും ഫോട്ടോ എടുത്തു തരും. നിങ്ങൾക്ക് പല ഫെസ്റ്റിവലിലും പല വെഡിങ്സിലും നല്ല നല്ല ഫോട്ടോകൾ ക്യാമറ തന്നെ പല ആംഗിളിലായി എടുത്തു നൽകുന്നു. പല ആംഗിളിലും പല രീതിയിലും പല വ്യത്യസ്ത രീതിയിലും കറങ്ങാവുന്ന തിരിയാവുന്ന നല്ലൊരു ക്യാമറ, അതും റോബോട്ട് രീതിയിൽ. സെൽഫി എടുത്ത് നൽകിയാൽ നിങ്ങൾക്ക് ഡ്രസ്സ് വരെ സജസ്റ്റ് ചെയ്യാവുന്ന നല്ലൊരു റോബോട്ട്. ഇതൊരു കുട്ടി കരയുകയാണെങ്കിൽ ആ കുട്ടിയെ വരെ ചിരിപ്പിക്കാവുന്ന റോബോട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. എന്തിനു പറയുന്നു, ഈ എവല്യൂഷൻ തന്നെ മാറ്റിമറിക്കാവുന്ന നല്ലൊരു ഐഡിയ തന്നെയാണ് മുന്നിലേക്ക് വെക്കുന്നത്. കുട്ടികൾ ചിരിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഏത് രീതിയിലും യൂസ് ചെയ്യാവുന്ന നല്ല ഒരു അടിപൊളി കിടുക്കാച്ചി ഫോൺ. ഏത് രീതിയിലും ഏത് കാലത്തിലും പല ആംഗിളിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വെച്ചു കൊടുത്താൽ ഈ ഫോൺ എടുത്തു തരും. ഈ ആശയം അവതരിപ്പിക്കുന്നത് ഹോണറാണ്. ഹോണർ റോബോട്ട് ഫോൺ ഇൻ 2026 പുറത്തിറങ്ങാവുന്ന ഒരു ഹോണർ അവതരിപ്പിക്കുന്ന ഫോൺ തന്നെയാണ്. ഇനി ഇതിൻ്റെ സ്പെക്സ് ഞാൻ പറഞ്ഞതെല്ലാം അതിലുണ്ടോ എന്നുള്ളത് നമുക്ക് വരുമ്പോൾ കാണാം. ഒരു റോബോട്ട് യുഗത്തിലേക്ക് നാം കടക്കുകയാണ്, അതും മൊബൈൽ ലോകത്തിൽ ആദ്യമായി റോബോട്ട് രീതി. ഇനി എങ്ങനെയാണ് ക്യാമറ പൊന്തി വരുന്നത് നോക്കിയാൽ ബാക്കിലൊരു സ്വൈപ്പിംഗ് കേസ് ഉണ്ട്. അത് സ്വൈപ്പ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരും, വീണ്ടും നമ്മൾ സ്വൈപ്പ് ചെയ്യുകയാണ്, അകത്തേക്ക് പോകും. അപ്പോൾ ഇതിലും നല്ലൊരു ടെക് വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ. സെഡ് ഗെയിമർ.